ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ വീക്ക്ലി അനാലിസിസ് വീഡിയോയും ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ മൺഡേ ആയിട്ടുള്ള ഇന്ന് ഞാൻ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്യാഞ്ഞതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബഡ്ജറ്റ് വന്നു. ഒരു പുറത്തെ ഒരു ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് നല്ല ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു ഒരു സന്തോഷ വാർത്തയും ഒരു ഹാപ്പിനെസ്സും മൊത്തം നമുക്ക് കാണുന്നതായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടെലിഗ്രാമിൽ ഞാൻ ബഡ്ജറ്റ് ഡേയുടെ ഒരു ഡേ മുന്നേ ആയിട്ടുള്ള ഫ്രൈഡേയിൽ ഞാൻ ഒരു കാര്യം വോയിസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ആ ഒരു ജസ്റ്റ് ഒരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ആയിട്ട് നോക്കാം. നമുക്കതിന് ജസ്റ്റ് ഒന്ന് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് വരാം. നമ്മൾ ജസ്റ്റ് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പോൾ ഈ സാറ്റർഡേ ആയിരുന്നു നമുക്ക് ബഡ്ജറ്റ് വന്ന ദിവസം. അപ്പോൾ മെയിൻലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ആ വോയിസിൽ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറുക. അവിടെ ഞാൻ ഈ ഇട്ട വോയിസ് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്തൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു, അന്ന് ഫ്രൈഡേയിൽ ലാസ്റ്റ് മൊമെൻറ്റ് അപ്സൈഡിലോട്ട് മാർക്കറ്റ് തന്നതുകൊണ്ട് തന്നെ സാറ്റർഡേ ആയിട്ടുള്ള ബഡ്ജറ്റ് ഡേയുടെ മോർണിംഗ് ടൈമിൽ മാർക്കറ്റിന് അപ്സൈഡിലോട്ടൊരു മൂവ്മെൻറ്റ് തരാനും അവിടെ നിന്ന് ഷാർപ്പായിട്ടൊരു സെൽ ഓഫ് ഡൗൺ സൈഡിലോട്ട് തരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സാറ്റർഡേയുടെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അവിടെ നിന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നു. പക്ഷേ ഞാൻ ബഡ്ജറ്റ് ഡേയിൽ ട്രേഡ് എടുത്തിട്ടില്ല. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു ദിവസം ഹൈലി പ്രോഫിറ്റബിൾ ആകുക എന്നുള്ള ലക്ഷ്യമല്ല. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള ട്രേഡ്സുകൾ പഞ്ച് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള റിസ്ക് ടു റിവാർഡിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ട്രയൽ ചെയ്തുകൊണ്ട് മാക്സിമം ഏത് ലെവൽ വരെ പോകുന്നു എന്ന് നോക്കും. ലോസിനെ സ്റ്റോപ്പ് ലോസ് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറുക. അപ്പോൾ ഈ കാര്യമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ബഡ്ജറ്റ് ഡേയുടെ തൊട്ട് മുന്നത്തെ ദിവസം പറഞ്ഞു. അതേപോലെ മൺഡേ ആയിട്ടുള്ള ഇന്ന് നമ്മൾ ട്രേഡ് എടുക്കാഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഡേ കഴിഞ്ഞു. അപ്പോൾ ബഡ്ജറ്റ് ഡേ കഴിഞ്ഞത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഇനി ആ ബഡ്ജറ്റ് ഡേയുടെ ആ ഒരു ഗുഡ് ന്യൂസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ടാണോ അതോ ഒരു ന്യൂട്രൽ ഫേസിലോ അല്ലെങ്കിൽ നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിലെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള ബെയറിഷ് സൈഡിലോട്ടാണോ മാർക്കറ്റ് ഫോളോ ത്രൂ ചെയ്യുന്നത് എന്നൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് ട്രേഡ് എടുത്ത് തുടങ്ങാം. അപ്പോൾ അതായിരിക്കും നമുക്ക് ക്ലിയർ കൺവിക്ഷൻ ആയിട്ട് ഒരു സൈഡിലോട്ട് നമുക്ക് കറക്റ്റായിട്ട് ട്രേഡുകൾ പഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇന്നത്തെ ദിവസം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. എന്നാലും ഇന്നത്തെ ദിവസം നമുക്ക് അപ്പ് സൈഡിലോട്ടൊരു നല്ല എൻട്രി വന്നായിരുന്നു അറ്റ് ദ എൻഡ് ഓഫ് ദ മാർക്കറ്റ് ടൈം. എന്തായാലും നമുക്ക് എൻഡ് ആയപ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു ഫീൽ കിട്ടി. നമുക്ക് മാർക്കറ്റ് ഇനി എന്ത് ഡയറക്ഷനിലോട്ടാവാൻ പോകാൻ ഒരു ചാൻസ് പോസിബിലിറ്റി ഉള്ളത്. ഇതിനെ ഒരിക്കലും ഒരു 100% ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യമല്ല പറയുന്നത്. എൻ്റെ ബാക്ക് ടെസ്റ്റ് ഡേറ്റയും വെച്ചിട്ട് എൻ്റെ മാർക്കറ്റ് അനാലിസിസ് സ്കില്ല് വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ച് ചെയ്യുന്ന കാര്യമാണ്. അല്ലാതെ ഇതേ നടക്കത്തുള്ളൂ, ഇതേ രീതിയിലേ മാർക്കറ്റ് ഇനി മൂവ്മെൻറ്റ് തരത്തുള്ളൂ എന്നുള്ളൊരു 100% ഒരു സെൻറ്റിമെൻറ്റ്സോട് കൂടിയല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് തന്നെയാണ് എനിക്കും മാർക്കറ്റ് കാണുന്നത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നാളത്തേക്കുള്ള നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസും നാളത്തേക്കുള്ള മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ നോക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ മൺഡേ ആയിരിക്കണമല്ലോ നമ്മൾ വീക്കിലി അനാലിസിസ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ മൺഡേയിൽ ഒന്ന് ജസ്റ്റ് പോസ് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തേക്ക് ഈ കമ്മിങ് ഡേയ്സ് ആയിട്ടുള്ള ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്ന് പറയുന്ന ദിവസത്തിലേക്കുള്ള വീക്ക്ലി പെർസ്പെക്റ്റീവിലുള്ള അനാലിസിസ് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ഡെയിലി പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള നാളെ കൃത്യമായിട്ട് ഏത് ലെവൽസൊക്കെയാണ് നമ്മൾ ക്ലിയർ ആൻഡ് കട്ടായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് വീക്ക്ലി പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കാണാൻ സംഭവിക്കുന്നത്? നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എക്സാക്ട്ലി സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഏത് ലെവലിൽ നിന്നായിരിക്കണം?
ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ഫെർദർ അപ്സൈഡിലോട്ട് മാർക്കറ്റ് പുഷ് ചെയ്ത് മുകളിലോട്ട് പോകുവാനാണ് ചാൻസ് എന്നുള്ളതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഇൻറ്റേർണൽ സ്ട്രക്ചറായിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിലും അതിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലും ഫർദറായിട്ട് ചിലപ്പം ഒന്ന് പുൾ ബാക്ക് രീതിയിൽ ഡൗൺ സൈഡിലോട്ട് വന്നിട്ട് തിരിച്ച് ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫർദറായിട്ട് ഈ ഒരു ലെവൽ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽ മാർക്കറ്റ് മോസ്റ്റ്ലി ടേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ വീക്ക്ലി പെർസ്പെക്റ്റീവിൽ നോക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്യുന്ന സമയത്തല്ല, നിങ്ങൾ തന്നെ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ട് സ്കെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്ത് സ്ട്രാറ്റജി ആണോ യൂസ് ചെയ്യുന്നത്, എന്ത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നതെങ്കിലും മാർക്കറ്റിൽ നിങ്ങൾ എൻ്റർ ആവുന്നതിന് മുന്നേ നിങ്ങൾ എപ്പോഴും മാർക്കറ്റ് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മാർക്കറ്റിലെ മാർക്കറ്റ് നേരത്തെ എന്താണ് ചെയ്തത് എന്നത് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെയിലി പെർസ്പെക്റ്റീവിലാണ്. ഡെയിലി പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു ചെറിയ സ്ട്രക്ചർ ഷിഫ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഒരു സ്വിങ്ങിൽ നിന്ന് മാർക്കറ്റ് ജസ്റ്റ് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്നു, പക്ഷേ ഈ അപ്സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇന്നലെ എക്സ്പെക്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഈ ഒരു ഏരിയയിൽ തന്നത് കൊണ്ട് തന്നെ ഇവരെ ഫെയിലാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറ്റർഡേ ആയിട്ടുള്ള ബഡ്ജറ്റ് ഡേയിൽ മോസ്റ്റ്ലി മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരാനായിരിക്കും ചാൻസ് ഉള്ളതെന്നും കൂടി എക്സ്പെക്ട് ചെയ്തത്. 2-3 കണ്ടീഷൻസ് ഉണ്ട്, അതിൽ 2 കണ്ടീഷൻസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫെർദറായിട്ടും ഇതേപോലത്തെ ബഡ്ജറ്റ് ഡേയ്സോ വേറെ അതേപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് ഡേയ്സിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം മോസ്റ്റ്ലി പാസ്റ്റ് ഇതേപോലത്തുള്ള ഇവൻറ്റ് ഡേയ്സിൽ മാർക്കറ്റ് എങ്ങനെയാണോ റിയാക്ട് ചെയ്തത് ആ ഒരു രീതിയിലായിരിക്കും മാർക്കറ്റ് മോസ്റ്റ്ലി റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പണ്ട് എനിക്കും ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു, മാർക്കറ്റ് അനാലിസിസ് ചെയ്യാതെ വരാം, ആ ഒരു മൊമെൻറ്റിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ആ ഒരു റിയാക്ഷൻ രീതിയിലുള്ള ട്രേഡുകൾ പഞ്ച് ചെയ്യാം. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2-3 വീക്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ പോകും. അറ്റ് 1 പോയിൻ്റ് നമുക്ക് കറക്റ്റായിട്ടുള്ള ലോസ് വരും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ മൊമെൻ്റാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ബെയറിഷ് ആണെന്ന് നോക്കാതെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ബുള്ളിഷ് ആയിട്ടുള്ള എൻട്രികൾ എടുക്കും. ട്രേഡ് കൂടുതൽ സമയം ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും നമ്മുടെ ആൻറ്റിസിപ്പേഷൻ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഫെർദർ ട്രേഡ് നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് അൾട്ടിമേറ്റ് ലോസിലോട്ട് നമുക്ക് എൻട്രി ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് ലോവർ ടൈം ഫ്രെയിമിലോട്ട് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ സൈഡിലോട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ലെവൽസിനെ മാർക്ക് ചെയ്യാനായിട്ട് മനസ്സിലാകും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്സൈഡിലോട്ട് മാർക്കറ്റിനെ മാർക്ക് ചെയ്തേക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. 23,385 എന്ന ലെവലാണ്. മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫെർദർ മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സസ്റ്റെയിൻ ചെയ്യുക, കാരണം ഇതൊരു ട്രാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഏരിയയുടെ മുകളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി അപ്സൈഡിലോട്ട് എൻട്രി എടുക്കും എന്നുള്ള ഒരു കൂടുതൽ ട്രേഡേഴ്സും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് എയിം ചെയ്യും. അപ്പോൾ ആ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞത് ഒരു വലിയ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിൻ ചെയ്യുക, ഇവിടുന്ന് ഒരു ഹൈ ക്വാണ്ടിറ്റി ബൈ ചെയ്ത ഒരാൾക്ക് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് 1 കോടി ഷെയർസോ 1 കോടി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റോ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്യാൻ വേണ്ടി, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് പറയുന്നത്, നമ്പേഴ്സിന് ഭയങ്കര വ്യത്യാസങ്ങൾ കാണും, അത് നിങ്ങൾ തന്നെ ജസ്റ്റ് ചിന്തിക്കുക. അപ്പോൾ 1 crore കോൺട്രാക്റ്റുകൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ച ആൾക്കാർക്ക് ആ കോൺട്രാക്റ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഡയറക്റ്റ്ലി അത് പോയി ക്ലോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ആ ഒരു കോൺട്രാക്റ്റ് അവർക്ക് വേറെ ആർക്കെങ്കിലും ആ ഒരു കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് ആ കോൺട്രാക്റ്റിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പ്രീമിയമാണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള പ്രീമിയം ഞാൻ സെല്ല് ചെയ്യുന്നു. അപ്പോൾ അതിൽ കൂടുതൽ വില ആയതുകൊണ്ടും
ഇനിയും അത് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വേറൊരാൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്രീമിയം ബൈ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് അവിടെ ക്ലോസ് ആവുന്നത്. ഇപ്പം നമ്മൾ ബൈ ചെയ്തൊരു കോൺട്രാക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ ആരെങ്കിലും വാങ്ങിക്കാനുള്ളത് അതൊരു റീസണും കൊണ്ടാണ്. അപ്പോൾ ഇമാജിൻ ചെയ്യുക, ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ ചെയ്ത ഒരാൾക്ക് ഈ ഒരു ഏരിയയുടെ മുകളിൽ നിന്ന് സെല്ല് ചെയ്യുന്നതായിരിക്കും അയാൾക്ക് കൂടുതൽ പ്രോബിലിറ്റി, കൂടുതൽ ഗുണം. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസിലി അത് സെല്ലായി പോകും. കൂടുതൽ പ്ലേയേഴ്സ് എൻ്റർ ആവുന്നൊരു ഏരിയ ആണ്. കൂടുതൽ ആൾക്കാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്സൈഡിലോട്ട് പോകാനാണ്. മാർക്കറ്റ്, നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിക്കുക, മാർക്കറ്റ് എന്ന് പറയുന്നത് മെജോറിറ്റിയുടെ എഗൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ടൂളാണ്. മോസ്റ്റ്ലി മെജോറിറ്റി ആൾക്കാർ ചിന്തിക്കുന്നതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബഡ്ജറ്റ് വളരെ നല്ല ബഡ്ജറ്റാണ്, പക്ഷേ മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ബഡ്ജറ്റ് ഡേ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഫോള് തന്നിട്ട് അത്രയും നല്ല ഒരു കാര്യം ബഡ്ജറ്റിൽ പറഞ്ഞിട്ട് പോലും മാർക്കറ്റിന് ഈ ഒരു ലെവലിനെ ടേക്ക് ചെയ്ത് അപ്സൈഡിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്, ഷാർപ്പായിട്ട് സെല്ല് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാർ അവരുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ചെയ്യാനായിട്ട് അവരവരെ സമ്മതിക്കത്തില്ല. എയ്തർ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, എയ്തർ അത് ഹ്യൂജ് മണിയുള്ള ഒരു സ്മാർട്ട് മണി ആവാം, ആരും ആയിക്കോട്ടെ, അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ മാർക്കറ്റിൽ എന്ത് ന്യൂസ് വന്നാലും അവർ സമ്മതിക്കത്തില്ല, അണ്ടിൽ ആൻഡ് എൻലെസ് ഹ്യൂജ് മണിയുള്ള അവർ വിചാരിക്കാതെ. അപ്പോൾ അത് മൈൻഡിൽ നിങ്ങൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണ്, മോസ്റ്റ്ലി ചിലപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഫെർദറായിട്ട് ഡൗൺ സൈഡിലോട്ട്, എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 സ്വിങ് സെയിൽ ഹയർ ഹൈ സെയിൽ മുകളിലോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രം ഫെർദർ അപ്സൈഡിലോട്ട് പോകുന്നതായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഷാർപ്പായിട്ട് ഈ ഒരു ലെവലിലോട്ടും ഈ ഒരു ലെവലിൽ നിന്ന് ഷാർപ്പായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു 2 ലെവലിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് എത്തിയതിന് ശേഷമായിരിക്കാം പിന്നെ ഫെർദറായിട്ട് അപ്സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ലെവലാണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത്? 23,387. എപ്പോഴെങ്കിലും ഈ ഒരു ലെവലിന് മുകളിലോട്ട് മാർക്കറ്റ് കയറിയതിന് ശേഷം ഷാർപ്പായിട്ട് ഡൗൺ സൈഡിലോട്ട് ഒരു ക്യാൻഡിൽസ് ഉണ്ടാക്കി ഡൗൺ സൈഡിലോട്ട് വരാനാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയിം ചെയ്യാനുള്ള പോയിന്റ് ഏതാണ്? ഈ ഒരു ലെവലാണ് 23,308 എന്ന് പറഞ്ഞൊരു ലെവല്. ആ ഒരു ടാർഗറ്റായിട്ട് നമ്മൾ വെച്ചേക്കുന്ന നേരത്തെ ലെവൽ തന്നെയാണ് 23,274 എന്ന് പറഞ്ഞ ലെവല്. പക്ഷേ ഇത്രയും ലെവൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഈ ഒരു ലെവലിൽ താഴെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് ബെയറിഷ് ആണ് എന്നുള്ള ചിന്ത വെക്കുക. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ടും ഈ ഒരു ലെവലിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് ടേക്ക് ചെയ്യുകയാണെങ്കിൽ ഫെർദറായിട്ട് മാർക്കറ്റിന് അപ്സൈഡിലോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ലെവൽസും നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഫ്ലാറ്റ് ഓപ്പണിൻ്റെ കാര്യമാണ് പറയുന്നത്. ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യാപ്പ് അപ്പ് തന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ ഷാർപ്പായിട്ട് ഒരു സൈഡിലോട്ട് പെട്ടെന്ന് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് ടൈമാണ്, കൂടുതൽ ആൾക്കാർ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമാണ്, ഫാസ്റ്റായിട്ട് ട്രേഡ്സ് എടുക്കുന്ന സമയമാണ്. പക്ഷേ പ്രീമിയംസ് മൂവ് ചെയ്യാത്തൊരു സമയം കൂടിയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. പ്രീമിയംസ് സഡനായിട്ട് സ്പൈക്ക് ആവും, പക്ഷേ പ്രീമിയംസിന് അധികം മൂവ്മെൻറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്റ്റാർട്ടിങ് ടൈമിൽ പ്രീമിയംസിന് നമ്മൾ കിട്ടത്തില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഈ ഒരു ഏരിയയിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ മാത്രം ഡൗൺ സൈഡിലോട്ട് എൻട്രി നോക്കുക. ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും അതേപോലെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിലും അപ്പ് സൈഡിലോട്ട് എടുക്കുക. തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഷാർപ്പായി ഡൗൺ സൈഡിലോട്ട് വരികയാണെങ്കിൽ പ്രൈസ് ആക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽസ് എല്ലാം നമുക്ക് ടാർഗറ്റായിട്ട് എയിം ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് അത്രയും ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ഈ വീഡിയോയിൽ ഇത്രയും ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഇതേപോലെ ബഡ്ജറ്റ് ഡേയുടെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോയിസോ കാര്യങ്ങളോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതൊരു അഡ്വൈസ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കുക. അത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ എന്നോട് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻസ് രൂപേണ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി എന്തെങ്കിലും പേഴ്സണലാണ് എനിക്ക് കമൻസ് ആയിട്ട് ചോദിക്കേണ്ടെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പേഴ്സണൽ മെസ്സേജിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്നോട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ മാർക്കറ്റ് ടൈമിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഏത് കോൾ എടുക്കണം, ഏത് പുട്ട് എടുക്കണം എന്നുള്ള കാര്യം എന്നോട് ചോദിച്ചു വരരുത്. മാക്സിമം ഞാൻ അങ്ങനെയുള്ള മെസ്സേജസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും.
മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എന്താണ്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോയും അതിനെക്കുറിച്ചുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി ബേസ്ഡ് വീഡിയോസിൻ്റെ സ്ട്രാറ്റജീസ് മാർക്കറ്റിൽ അപ്ലൈ ആയി എന്ന് നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ, അത് നിങ്ങൾ എന്നോട് ചോദിക്കാം. ആ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.